ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു ചെടി മാറ്റി വയ്ക്കൽ പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നും കുക്കിംഗ് വീഡിയോ അല്ലേ കാണിക്കാറ്, അപ്പോൾ ഇന്നിങ്ങനെയാണ്. ഇപ്പോൾ നമുക്കതിനായിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, വെർമി കമ്പോസ്റ്റ് ആ മിശ്രിതമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ മുകളിൽ കരിയില ഇങ്ങനെ മുറിച്ചിടുക. ഇത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് കാണിച്ചു തരുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഉണങ്ങിയ മണ്ണാണ്. ഈ കരിയില ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം ഒരിക്കലും ഇങ്ങനെ കുഴഞ്ഞിരിക്കില്ല. മണ്ണ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആയതാണ് കരിയില ഇടുന്നത്. അതിങ്ങനെ മുറിച്ചിടുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ കമ്പോസ്റ്റും ഇതെല്ലാം ആഡ് ചെയ്ത മണ്ണാണിത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മണ്ണിനെ കേട്ടോ. അപ്പോൾ മണ്ണ് യോജിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും ഒക്കെ ഇട്ട് കാണിച്ചു തരികയാണ്. ഇത് ഓൾറെഡി നമ്മൾ മിക്സാക്കി വെച്ച മണ്ണാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഈ മണ്ണ്, ഈ മിശ്രിതമാണ് നമ്മൾ പുതിയതായിട്ട് ഒരു റോസ് കൊമ്പ് വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് നടുക എന്നാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങളത് കാണണം കേട്ടോ. കുറേ പേര് പറയും റോസ് വാങ്ങിക്കഴിഞ്ഞാൽ പിടിക്കില്ല എന്നൊക്കെ. അപ്പോൾ അതിനാൽ എങ്ങനെയാണത് പിടിപ്പിക്കുക എന്നാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ആ മണ്ണ് നന്നായി ഉണങ്ങിയ മണ്ണാക്കിയിട്ട് നമ്മളൊരു ചട്ടി വാങ്ങിക്കൊടുന്ന് അതിന് ഹോൾ വയ്ക്കുക. ഒരു കമ്പി പഴുപ്പിച്ച് ചൂടാക്കിയിട്ട് ഇങ്ങനെ ഹോൾ വെച്ചാൽ ഇങ്ങനെ ഹോളാവും. ഇപ്പം നമ്മളിവിടെ അടിയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ചട്ടി എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഈ കമ്പോസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആദ്യം നമുക്കതിൻ്റെ അടിയിൽ ഓട്ടുപൊളി, ഇഷ്ടിക കഷ്ണം എന്താ ഉള്ളത് വെച്ചാൽ അതിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, എല്ലാവരും ഈ വീഡിയോ കാണാൻ പറ്റണില്ലേ, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഉണ്ടാക്കി വെച്ച മിശ്രിതം എത്ര വേണമെന്നുള്ള അളവിൽ നമ്മൾ എത്രത്തോണ്ട് ചട്ടി വലിപ്പമുണ്ട്, എത്രത്തോണ്ട് നമ്മൾ കൊണ്ടുവന്ന ചെടി വലിപ്പമുണ്ട്, അതനുസരിച്ചിട്ട് വേണം നമ്മളിത് മണ്ണ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏകദേശം ഒരു കാൽ ഭാഗം ചട്ടിയോളം നമ്മൾ ആ മണ്ണിട്ടു. എന്നിട്ട് നമുക്ക് ആ റോസ് ചെടി ഒന്ന് ഇട്ട് വെച്ച് നോക്കാം, നമുക്ക് എത്രത്തോണ്ട് മണ്ണ് വേണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കാം നമുക്ക് ആ റോസ് ചെടി. അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ടുണ്ട്, നമ്മൾ വെച്ചത് പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്കത് കവറിൽ നിന്ന് എങ്ങനെയാണ് എടുക്കുക നോക്കാം. പിന്നെ ഈ ബഡിൻ്റെ മുകളിൽ ഒരിക്കലും മണ്ണ് വീഴരുത്. ആ ബഡ് ഇത് എപ്പോഴും പുറത്തേക്ക് നിൽക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ചെടി വാങ്ങണ സമയത്ത് ബഡ് ചെയ്ത ചെടിയായിരിക്കും. അത് എങ്ങനെയാണ് ഇങ്ങനെ വെക്കുക എന്ന് കാണിക്കാം. അപ്പോൾ കവറ് പൊട്ടിക്കണത് ആ മണ്ണ് ഇളകി കളയാണ്ട് വേണം നമ്മൾ കവറ് പൊട്ടിക്കാൻ കേട്ടോ. നോക്കിയും കണ്ടിട്ടും വേണേ ചെയ്യാൻ. അതാണ് നമുക്ക് വരുന്ന തെറ്റുകൾ. എത്ര റോസ് കൊടുന്നാലും റോസ് പിടിക്കാൻ വളരെ പാട്. ബാക്കിയുള്ള ചെടികളൊക്കെ വേഗം പിടിക്കും, പക്ഷേ റോസ് പിടിക്കാനാണ് ഏറ്റവും ഞങ്ങൾക്കും ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ ഞങ്ങളിത് കണ്ടിട്ടാണ് ഇത് ഇങ്ങനെ വെക്കാൻ തുടങ്ങിയത്. ഇപ്പം ഞങ്ങളുടെ റോസ് പിടിക്കൽ തുടങ്ങി കേട്ടോ. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ കൊടുന്ന് നിങ്ങളെ കാണിക്കണേ. അപ്പോൾ നമുക്ക് ഇത് മണ്ണ് കളയാതെ അതിലേക്ക് വെക്കാം. എങ്ങനെ വെക്കണം, മണ്ണെടുത്ത് ഒരിക്കലും മണ്ണ് പോവാതെ അത് ആ ബഡ് മുകളിലേക്ക് ആക്കിയിട്ട് ശരിക്കും കറക്റ്റ് സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ട് അതിൻ്റെ 4 പോറും നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഈ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും എല്ലാം കൂടി കലർന്ന അത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഉണങ്ങിയ ഇലയുടെ മിശ്രിതം ഉണ്ടാക്കിയിട്ടില്ലേ, അത് എത്ര വരെ അതിൻ്റെ അതുവരെ ഈ പരുവം വരെ ഉണ്ടാക്കി കൊടുത്തു. ഇനി നമുക്ക് ഈ ഇതിൽ കരിയിലുള്ള കാരണം വെള്ളം ഒഴിച്ച് പൊങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഉണങ്ങിയ മണ്ണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ ബഡിൻ്റെ മുകളിൽ ആവരുതേ, അങ്ങനെ ഇട്ട് കൊടുത്തു. നമ്മുടെ പ്ലാന്റ് റെഡിയായി. ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ് വെച്ചത് കേട്ടോ. അവസാനം ആകുമ്പോഴേക്കും ഇത് ഇട്ട് കൊടുത്തു. ഇനി അതിൽ വെള്ളം ഒഴിച്ച് വെക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക എല്ലാവരും. ഇതാണ് നമ്മുടെ ചെടി. ഓക്കെ, ബൈ.